എജ്യൂടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU സംസ്ഥാനത്ത് LSS എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി നടത്തിയ LSSന്റെ മോഡൽ എക്സാമിലെ പാർട്ട് 2 മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏകദേശം ഒട്ടുമിക്ക പാഠഭാഗങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള മികച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു KSTU നമ്മൾക്ക് നൽകിയത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾക്ക് നോക്കാം. 58,452 എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട് എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്ത് 2 ആണ്. 10, 100, 1000, 10000. ഇതിൽ ഒന്നും നോക്കാനില്ല. 10ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ് എന്ന് നോക്കുക. 5 ആണ്. 5നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്യുക. ഇത്രയും പത്തുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 5845 പത്തുകൾ എന്നതാണ് ഇതിന്റെ ആൻസർ. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ ഇതാ ഒരു സംഖ്യ എഴുതിയിരിക്കുന്നു, 3861. ഇതിൽ എത്ര ഒന്നുകളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റയുടെ സ്ഥാനത്ത് ഇതാ വൺസ്, ഇത് ടെൻസ് ആണ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ഇതിൽ വൺസിന്റെ സ്ഥാനത്ത്, ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നായതുകൊണ്ട് ഒന്നിനെയും കൂട്ടി ഇങ്ങ് റൗണ്ട് ചെയ്യുക. ഇത്രയും ഒന്നുകളാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ സംഖ്യ നോക്കൂ, 8324. ഇതിൽ എത്ര നൂറുകളുണ്ട് എന്ന് ചോദിച്ചാൽ 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ് 3. 3നെയും കൂട്ടി ഇങ്ങ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 83 എന്ന് കിട്ടും. ഇത്രയും നൂറുകളാണ് ഈ സംഖ്യയിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ എത്ര സമചതുരങ്ങളാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. ഇതിന് ചെയ്യേണ്ടത് ഇത്രയാണ്. ഇത് എണ്ണി കണ്ടുപിടിക്കുക എന്നത് പ്രായോഗികമല്ല. ഇവിടെ 1, 2, 3, 4 എന്ന് എഴുതുന്നു. നേരെ താഴോട്ടും അതുപോലെ എഴുതുന്നു. 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, 2, 3, 4. അപ്പോൾ 4 ഇങ്ങോട്ടും 4 ഇവിടെയും. അപ്പോൾ 4 × 4 എത്രയാണ് ആൻസർ? 16 എന്ന് കിട്ടും. ഇവിടെ 4 എഴുതി കഴിഞ്ഞാൽ ഇനി വീണ്ടും താഴോട്ട് എഴുതുമ്പോൾ ഒന്ന് മൈനസ് ചെയ്ത് എഴുതാം. 4ൽ നിന്ന് മൈനസ് ചെയ്താൽ 3 എന്ന് കിട്ടും. ഇവിടെയും മൈനസ് ചെയ്യുക, 1. അപ്പോൾ 3 എന്ന് കിട്ടും. 3 × 3 9 ആണ്. വീണ്ടും ഒന്ന് മൈനസ് ചെയ്യുക, 2 × 2 4 ആണ്. വീണ്ടും താഴോട്ട് 1 × 1 1 ആണ്. ഇങ്ങനെ 1 കിട്ടുന്നത് വരെ ഇതുപോലെ എഴുതുക എന്നതാണ് ചെയ്യേണ്ടത്. ശേഷം ഇത് ആഡ് ചെയ്യുക. 16 × 9 25, 4 × 29 30. 30 സമചതുരങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തുക. ഇപ്പോൾ നമ്മൾ സ്ക്വയർ അഥവാ സമചതുരം എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്തി. ഇനി നമ്മുടെ ചോദ്യത്തിൽ ചതുരങ്ങൾ അഥവാ റെക്റ്റാങ്കിളിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ കണ്ടെത്താം? ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പുതിയൊരു ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് കണ്ടെത്തുന്ന രീതി 1 2 3 4 എന്ന് നേരെ എഴുതുന്നു. താഴോട്ടും അതുപോലെ എഴുതുന്നു, 1 2 3. ഇവിടെ ചെയ്യേണ്ടത് ഇത് ആഡ് ചെയ്യുക എന്നാണ് ഇതിലെ പ്രോസസ്സ്. 1 + 2 + 3 + 4. അപ്പോൾ എത്ര കിട്ടും? 1 3 2 3 10 എന്ന് കിട്ടും. 10 എന്ന് എഴുതുന്നു ഇൻറ്റു 1 + 2 + 3 = 6 ആണ്. ഇത് തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 10 × 6 എന്ന് പറയുന്നത് 60 ആണ്. ഇതിൽ 60 റെക്റ്റാങ്കിളുകളാണുള്ളത്, ചതുരങ്ങളാണുള്ളത്. ഇതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 4 × 4 3 × 3 2 × 2 1 × 1 എന്ന രീതിയിലും ഇങ്ങനെ എഴുതിയിട്ട് ചതുരത്തിന്റെ കേസാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് പരസ്പരം ആഡ് ചെയ്യുന്നു, താഴോട്ടും ആഡ് ചെയ്യുന്നു, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. ഇതാണ് ഇത് കണ്ടെത്തുന്ന രീതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15:15 പുറപ്പെട്ട ഒരു ട്രെയിൻ 3:55 ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. യാത്രക്ക് ആകെ എത്ര സമയമാണ് എടുത്തത് എന്നതാണ് ചോദ്യം. 15:15 യാത്ര പുറപ്പെട്ടത്, ട്രെയിൻ പുറപ്പെട്ടത്. 3:55 ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ഇതിന്റെ ഇടയിലുള്ള സമയമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. ഇത് റെയിൽവേ ടൈമാണ്, അഥവാ 24 ഹവർ ക്ലോക്കിലെ ടൈമാണ്. ഇതിന് നമ്മൾ 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റാണ്. 15:15 എന്ന് പറയുന്നത് എത്രയാണ്? 15:15 15ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ 3:15 PM ആണ് 12 ഹവർ ക്ലോക്കിൽ, അഥവാ ഉച്ചയ്ക്ക് ശേഷം 3:15. ഇനി 3:55 എന്ന് 24 ഹവർ ക്ലോക്കിലെ 3:55 എന്ന് പറയുന്നത് 12 മണിക്കൂർ ക്ലോക്കിലെ രാവിലത്തെ 3:55 AM ആണ് സമയം. 3:55 AM ആണ് സമയം. ഇതിന്റെ ഇടയിലുള്ള സമയമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്, യാത്രക്കെടുത്ത സമയം. വൈകിട്ട് 3:15 മുതൽ രാവിലെ 3:15 വരെയുള്ള സമയമാണ് ആദ്യം നമ്മൾ കണ്ടെത്തുന്നത്. 3:15 PM മുതൽ അടുത്ത രാവിലെ 3:15 AM വരെ എത്ര സമയമാണ്? 12 മണിക്കൂറാണ്, 12 ഹവർ. അതുപോലെ 3:15 കഴിഞ്ഞാൽ പിന്നെ 3:55 എത്ര മിനിറ്റ് ഉണ്ട്? 15ൽ നിന്ന് 55 എത്ര മിനിറ്റ് ആണുള്ളത്? 40 മിനിറ്റ് ആണുള്ളത്. ഓക്കെ,
അപ്പൊ അങ്ങനെ കൂടുമ്പോൾ 12 ഹവറും 40 മിനിറ്റുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി ഇത് എളുപ്പത്തിൽ നമ്മൾ കണ്ടെത്തിയതാണെങ്കിലും എല്ലാ കണക്കിലും ചിലപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടില്ല. അപ്പൊ എല്ലാ കണക്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു രീതി കൂടെ നമുക്ക് പരിചയപ്പെടാം. 3:15 മുതൽ 3:15 മുതൽ 3:60 വരെ എത്ര സമയമാണ് നോക്കുക. 3:60 എന്ന് പറയുന്നത് 4 മണിയാണ് കേട്ടോ, മറക്കരുത്. 3:60 എന്ന് പറയുന്നത് നമുക്ക് ക്രിയ ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ എടുക്കുന്നത്. 3:60 സമം 4 മണിയാണ്. അപ്പൊ 3:15 മുതൽ 3:60 വരെ എത്ര സമയമുണ്ട്? ഇത് ഹവറിന്റെ കോളമാണ്, ഇത് മിനിറ്റിന്റെ കോളമാണ്. അപ്പോൾ 45 മിനിറ്റ് ആണ് കിട്ടിയത്. ഇപ്പൊ 4 മണി ആയല്ലോ. 4 മണിയിലേക്ക് എത്താൻ 45 മിനിറ്റ് ആണ് ഉള്ളത്. ഇനി 4 മണി മുതൽ അടുത്ത 3:55 AM വരെ, അഥവാ 12 മണി കഴിഞ്ഞ് പിന്നീട് വരുന്ന 3:55 വരെയുള്ള സമയമാണ് ഇനി കാണുന്നത്. അപ്പൊ 4 മണി മുതൽ നമുക്ക് എണ്ണാൻ തുടങ്ങാം. 4 മണി കഴിഞ്ഞാൽ 5 മണിയാണ്, 4 മണി കഴിഞ്ഞാൽ 5 മണി, പിന്നെ 6 മണി, പിന്നെ 7 മണി, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 4-ൽ നിന്ന് 5-ലേക്ക് എത്തുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം. 4 എന്ന് 1 മണിക്കൂർ എണ്ണാൻ പാടില്ല. പകരം 4-ൽ നിന്ന് 5-ലേക്ക് എത്തുമ്പോൾ 1 ഹവർ ആകുന്നു, 5-ൽ നിന്ന് 6-ലേക്ക് എത്തുമ്പോൾ 2ാമത്തെ ഹവർ ആകുന്നു. അങ്ങനെ എണ്ണി നോക്കാം. അപ്പോൾ 4 ഇപ്പോൾ ഓൾറെഡി 4 മണിയിലാണ് നമ്മൾ ഉള്ളത്. 5, 6, 7, 8, 9, 10, 11, 12. 12-ൽ എത്തുമ്പോൾ 8 മണിക്കൂറാണ് ആയത്. ഈ 12 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1-ൽ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ 1, 2, 3. അപ്പൊ 11 മണിക്കൂറും 55 മിനിറ്റുമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചത്. അപ്പൊ നമ്മൾ 11 ഹവർ 55 മിനിറ്റ്. ഇപ്പൊ ടോട്ടൽ സമയം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി. ഇനി ഇത് ആഡ് ചെയ്ത് നോക്കാം. 45ഉം 55ഉം എത്ര? 100 മിനിറ്റ് എന്നതാണ് ഇതിന്റെ ആൻസർ. അതുപോലെ 11 ഹവറും. 100-നെ നമുക്ക് എന്ത് ചെയ്യാം? 100 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഹവറും 40 മിനിറ്റുമാണ്. 1 ഹവറും 40 മിനിറ്റുമാണ്. അപ്പോൾ ഈ ഹവറിനെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 11ഉം 1ഉം 12 ഹവർ ആൻഡ് ബാലൻസ് ഉള്ള 40 മിനിറ്റ്സ്. നമ്മൾ നേരത്തെ ഉത്തരം ശ്രദ്ധിച്ചല്ലോ. നേരത്തെയും നമുക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ കണക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, 46 എന്നത് റോമൻ അക്കത്തിൽ എങ്ങനെയാണ് എഴുതുക എന്നതാണ്. 46 എന്ന് പറയുമ്പോൾ 40+6 ആണ് റോമൻ അക്കത്തിൽ എഴുതുക. 40 എന്ന് പറയുന്നത് XL ആണ്. 6 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ 46 എങ്ങനെയാണ് എഴുതുക? ഇത് എളുപ്പത്തിൽ എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 4000-ന് താഴെയുള്ള ഏത് റോമൻ സംഖ്യയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ടിപ്സ് അതിലുണ്ട്. അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോക്കാം. റോമൻ സംഖ്യയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിക്കാം. ആ വീഡിയോ നിങ്ങൾ അതിന് കാണേണ്ടതാണ്. 5ാമത്തെ ചോദ്യം, 7 ടണ്ണ് 10 ക്വിന്റല് 34 കിലോഗ്രാം ആകെ എത്ര കിലോഗ്രാം എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ടണ്ണ്, ഒരു ടൺ എന്ന് പറയുന്നത് 1000 kg ആണ്, 1000 കിലോഗ്രാം ആണ്. ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 100 kg ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചത് 7 ടണ്ണാണ്. അപ്പോൾ 1000 × 7, അത് 1000 × 7 സമം 7000 kg ആണ് ഒന്നുള്ളത്. അതുപോലെ 10 ക്വിന്റൽ, ഇവിടെ ഒരു ക്വിന്റൽ 100 ആണ്. അപ്പൊ 100 × 10 ആണ്, അഥവാ 1000 kg. ഇനി ബാലൻസ് ഉള്ളത് 34 കിലോഗ്രാം എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. 34 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. 34 കിലോഗ്രാം. ആകെ എത്രയായി? 4, 3, 0, 8, 80, 34, 8008 ടണ്ണും 34 കിലോഗ്രാമുമാണ് ഇതാകെ ഉള്ളത്. 8034 kg. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, 15 പെട്ടി കളർ പെൻസിലിന് 360 രൂപയാണ് എങ്കിൽ 5 പെട്ടി കളർ പെൻസിലിന്റെ വില എത്രയാണ് എന്നതാണ്. 15 പെട്ടിക്ക് 360 ആണ്. അപ്പൊ നമ്മൾ നേരെ ചെയ്യാൻ എന്താ? 360 ഹരിക്കണം 15. ഉത്തരം എത്രയാണ്? 24 എന്ന് കിട്ടും. ഇപ്പോൾ ഒരു കളർ പെൻസിലിന്റെ പെട്ടിയുടെ വിലയാണ് കിട്ടിയത്. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് 5 കളർ പെൻസിലിന്റെ വില, അഥവാ 24 ഗുണിക്കണം 5. 5 കളർ പെട്ടിക്ക് 120 എന്നാണ് ഇതിന്റെ ആൻസർ ലഭിക്കുക. ഇതാണ് ഒരു രീതി. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ഒന്ന് കണ്ടെത്താൻ ഒരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 5 കളർ പെൻസിലിന്റെ ആൻസർ ആണ് കിട്ടേണ്ടത്. 5 കളർ പെൻസിലിന് എത്രയാണ് വില എന്നാണ് കിട്ടേണ്ടത്. ഇവിടെ 15 പെട്ടിയുടെ വില കൊടുത്തിട്ടുണ്ട്. ഈ 15-ൽ എത്ര 5 ഉണ്ട്? 3 5 ഉണ്ട്. അഥവാ
360നെ 3 ഭാഗമാക്കിയാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അതായത് 360 ഹരിക്കണം 3 എന്ന് ചെയ്താലും 120 എന്ന് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചതുരത്തിന്റെ അതേ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന് 9 സെന്റിമീറ്റർ വശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ വീതി എത്ര എന്നതാണ് ചോദ്യം. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് ഒരു ചതുരത്തിന്റെ നീളം 12 എന്ന് തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്റർ എന്ന് നീളം തന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾക്ക് തന്നത് ഇതേ ചുറ്റളവുള്ള മറ്റൊരു സമചതുരം. ആ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വീതി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ വീതിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മൾക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു അളവെന്ന് പറയുന്നത് ഈ 9 ഉപയോഗിച്ച് ഇതിന്റെ ചുറ്റളവ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. കാരണം ഇതിന്റെ ചുറ്റളവും സെയിം ആയതുകൊണ്ട് സമചതുരത്തിന്റെ ഒരു വശം വെച്ച് ഇതിന്റെ ചുറ്റളവ് നമ്മൾക്ക് കണ്ടെത്താം. ഇതിന്റെ വശം 9 ആയതുകൊണ്ട് 9 ഗുണിക്കണം 4 സമം 36 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്, സമചതുരത്തിന്റെ ചുറ്റളവ്. ആ 36 തന്നെയാണ് ഇതിന്റെയും ചുറ്റളവ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെയും ചുറ്റളവ് 36 ആയതുകൊണ്ട് ഈ വശം 12 ആണ് എന്ന് നമുക്കറിയാമല്ലോ. 12 എത്രയാണ്? 24. 36ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ ബാക്കി 12 എന്ന് കിട്ടും. ഈ 12 എന്ന് പറയുന്നത് 2 വീതികൾ കൂട്ടിയതാണ്. 2 വീതി കൂട്ടുമ്പോൾ ഒരു വീതി എത്രയാണ്? 12ന്റെ പകുതി. 12ന്റെ പകുതി എത്രയാണ്? 6 എന്ന ആൻസർ ലഭിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ ഈ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് 6 ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൻഹയുടെ വീട്ടിൽ 1/2 ലിറ്റർ പാൽ വീതം എല്ലാ ദിവസവും വാങ്ങും. ഡിസംബർ മാസത്തിൽ 7 ദിവസം പാൽ വാങ്ങിയില്ല. എന്നാൽ ആ മാസം വാങ്ങിയ പാലിന്റെ ആകെ അളവ് എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ മാസം ഏതാണ്? ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം എത്ര ദിവസമാണുള്ളത്? 31 ദിവസമാണുള്ളത്. ഇതിൽ 7 ദിവസം പാല് വാങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമാണ് പാല് വാങ്ങിയത്? ഇതിൽ നിന്ന് 7 മൈനസ് ചെയ്യുക. അപ്പോൾ 24 എന്ന് ലഭിക്കും. 24 ദിവസമാണ് പാല് വാങ്ങിയത്. ഒരു ദിവസം 1/2 ലിറ്റർ പാലാണ് വാങ്ങുന്നത്. അപ്പൊ 24നെ 1/2 കൊണ്ട് ഗുണിക്കുന്നു. 24ന്റെ 1/2 എന്ന് പറയുന്നത് 12 ലിറ്റർ ആണ്. 12 ലിറ്റർ പാലാണ്. 9ാമത്തെ ചോദ്യം. ഉച്ചഭക്ഷണത്തിനായി റയാൻ വരിയിൽ നിൽക്കുകയാണ്. മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 20ാമതുമാണ് അവൻ നിൽക്കുന്നത്. ആ വരിയിൽ ആകെ എത്ര കുട്ടികളാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. മുന്നിൽ നിന്ന് റയാൻ 8ാമതായിട്ടാണ് നിൽക്കുന്നത്. മുന്നിൽ നിന്ന് 8ാമതായിട്ടാണ് റയാൻ നിൽക്കുന്നത്. ഈ 8ാമത് നിൽക്കുന്ന ആളാണ് റയാൻ എന്ന് പറയുന്നത്. ഇതാണ് റയാൻ. ഓക്കെ, അപ്പോ റയാന്റെ മുന്നിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? റയാൻ 8ാമതാണെങ്കിൽ റയാന്റെ മുന്നിൽ 7 പേരുണ്ടാകും. ക്ലിയർ ആയല്ലോ. ഇനി റയാൻ എന്ന് പറയുന്ന കുട്ടി പിന്നിൽ നിന്ന് എണ്ണി നോക്കുമ്പോൾ 20ാമത്തെ കുട്ടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ 20ാമത്തെ കുട്ടിയാണ് റയാൻ വരുന്നത്. അപ്പോ ഈ സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് എണ്ണുമ്പോൾ 20ാമത്തെ കുട്ടിയാണെങ്കിൽ ആ 20ാമത്തെ റയാന്റെ മുന്നിൽ എത്ര കുട്ടികൾ ഉണ്ടാകും? 19 പേരുണ്ടാകും. അപ്പോ 19 റയാന്റെ പിന്നിൽ 19 ആളുകളും മുന്നിൽ 7 ആളുകളുമാണ് ഉള്ളത്. പിന്നെ റയാനും കൂടെ ഉണ്ട്. റയാനും കൂടെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ ഈ വരിയിലെ ആളുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 7 + 1 + 19 = 27 എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ 27 കുട്ടികളാണ് ഈ വരിയിൽ ഉള്ളത്. 10ാമത്തെ ചോദ്യം. 998 എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എന്നതാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ വേറെയും കാണാറുണ്ട്. ഈ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10 ഇങ്ങനെ തുടർന്ന് പോകുന്നതാണ് ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ 1ാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്? 2. 2ാമത്തെ ഇരട്ട സംഖ്യയോ? 4. 3ാമത്തെ ഇരട്ട സംഖ്യ 6. 4ാമത്തെ ഇരട്ട സംഖ്യ 8. ഇതൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ നേരെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. 1ന്റെ നേരെ ഇരട്ടിയാണ് 2. 2ന്റെ നേരെ ഇരട്ടിയാണ് 4. അതുപോലെ തന്നെ ഇപ്പൊ സംഖ്യ 8 എന്ന് പറയുന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണെന്ന് ചോദിച്ചാൽ 8ന്റെ പകുതി എടുത്താൽ മതി. 4ാമത്തെ ഇരട്ട സംഖ്യയാണ്. 3ാമത്തെ ഇരട്ട സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 3ന്റെ നേരെ ഇരട്ടി എടുത്താൽ 6 എന്ന് കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മളോട് ചോദിച്ചത് 998 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്, അഥവാ ഇതിന്റെ
6 എത്രാമത്തെ ഇരട്ടസംഖ്യയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പകുതി എടുക്കുന്നത് പോലെ 998 എത്രാമത്തെ ഇരട്ടസംഖ്യയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 499 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. 998 എന്ന് പറയുന്നത് 499ാമത്തെ ഇരട്ടസംഖ്യയാണ്. ഇനി മറ്റൊരു രീതിയിലും കൂടെ ഇത് കണ്ടെത്താം. നിങ്ങൾക്ക് ഹരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 998 എന്ന് കഴിഞ്ഞാൽ അടുത്ത ഇരട്ടസംഖ്യ ഏതാണ്? 1000 ആണ്. 1000ന്റെ പകുതി കാണാൻ നമുക്ക് എളുപ്പമല്ലേ? 1000 എന്ന് പറയുന്നത് എത്രാമത്തെ ഇരട്ടസംഖ്യയാണ്? 1000ന്റെ പകുതി 500 ആണ്. 500ാമത്തെ ഇരട്ടസംഖ്യയാണ് 1000 എങ്കിൽ 998 എത്രാമത്തെ ഇരട്ടസംഖ്യ ആയിരിക്കും? 499ാമത്തെ ഇരട്ടസംഖ്യ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി 11ാമത്തെ ചോദ്യം 98 ഗുണിക്കണം 999 എന്നതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നേരെ ഗുണിക്കുക, ഉത്തരം എഴുതുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ വഴി. 97,902 എന്നാണ് ഇത് ഗുണിച്ചാൽ ആൻസർ കിട്ടുക. അപ്പൊ ഇത് ഒന്നും കൂടെ എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മളൊന്ന് വിശദീകരിക്കാം. 999 പ്രാവശ്യം 98നെ ഗുണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറയാം. 999 പ്രാവശ്യം 98നെ ഗുണിക്കുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം കൂടെ അധികമാക്കി ഗുണിക്കുക. അപ്പൊ 1000 പ്രാവശ്യം ഗുണിക്കുക. 98നെ 1000 പ്രാവശ്യം ഗുണിച്ചാൽ അതിന്റെ ആൻസർ എത്ര കിട്ടും? 98നോട് കൂടെ 3 പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 98,000 എന്ന് കിട്ടും. ഇതിൽ നിന്ന് അധികമായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ഇപ്പൊ ഗുണിച്ചു ഇവിടെ. അതുകൊണ്ട് അധികം ഗുണിച്ച 98നെ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോഴും നമുക്ക് 97,902 എന്ന ആൻസർ ലഭിക്കും. 12ാമത്തെ ചോദ്യം 6 മണിക്കൂർ ഒരു ദിവസത്തിന്റെ എത്ര ഭാഗമാണ്? ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. 6 മണിക്കൂർ ഒരു ദിവസത്തിന്റെ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ 24ന്റെ എത്ര ഭാഗമാണ് 6? 24നെ 6 കൊണ്ട് ഹരിച്ചാൽ നമ്മൾക്ക് ലഭിക്കും എത്ര ഭാഗമാണ്? 4 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ ഒരു ദിവസത്തിന്റെ 4ൽ ഒരു ഭാഗമാണ് 6. 4ൽ ഒരു ഭാഗം എന്ന് എങ്ങനെയാ എഴുതുക? 1/4 എന്നാണ് 4ൽ ഒരു ഭാഗം എന്നുള്ളതിന് എഴുതുക. ഇതാണ് ഇതിന്റെ ആൻസർ. 13ാമത്തെ ചോദ്യം ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. ഇതിൽ 8:45 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. 8:45 വളരെ സിമ്പിൾ ആണ്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ആണ് വരയ്ക്കേണ്ടത്. ഇതിൽ നമുക്ക് 8 എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയാണ്, 45 മിനിറ്റ് സൂചിയാണ്. 45 എന്ന് പറയുന്നത് ഇവനെ 9ലേക്കാണ് വരയ്ക്കേണ്ടത്. 9ലേക്ക് വരയ്ക്കുന്നു. ഇപ്പൊ 45ആയി. ഇത് മിനിറ്റ് സൂചിയാണ്. ഇനി മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി 8:45 എന്ന് പറയുമ്പോൾ 8ന്റെയും 9ന്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. ഏകദേശം എവിടെയായിരിക്കും ഉണ്ടാവുക? 8ന്റെയും 9ന്റെയും ഒരു മുക്കാൽ ഭാഗത്ത് എത്തിയിട്ടുണ്ടാകും. കാരണം 45 ആയതുകൊണ്ട് ഇതിന്റെയും മുക്കാൽ ഭാഗത്താണ് എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ ഭാഗത്തേക്കാക്കി വരയ്ക്കാം. ഇവിടെ 8ലേക്ക് വരച്ചു വെക്കരുത്. 8ലേക്ക് വരച്ചു വെച്ചാൽ മിനിറ്റ് സൂചി 12ലേ ഉണ്ടാവാൻ പാടുള്ളൂ. 14ാമത്തെ ചോദ്യം 255 രൂപ 3 പേര് വീതിച്ചെടുത്തു. മൂന്നാമന് മറ്റു 2 പേരേക്കാൾ 15 രൂപ കൂടുതലാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ തുകകൾ കണ്ടെത്താനാണ് ചോദ്യം പറയുന്നത്. 255 രൂപയാണ് 3 പേരും കൂടെ വീതിച്ചെടുത്തത്. 3 പേര് എ, ബി, സി. മൂന്നാമത്തെ ആൾക്ക് 15 രൂപ അധികമാണ് ലഭിച്ചത്. 15 രൂപ അധികം ലഭിച്ചു. ഓരോരുത്തരുടെയും സംഖ്യകൾ എത്രയാണെന്നാണ് കണ്ടെത്താൻ പോകുന്നത്. ഇവിടെ 255നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഥവാ 3 ഭാഗമാക്കിയാൽ ഇവരത് കിട്ടില്ല. കാരണം ഇവിടെ ഒരാൾക്ക് 15 അധികമാണ്. അതുകൊണ്ട് അധികമുള്ള 15നെ നമ്മൾ മാറ്റി വെച്ചാൽ 3 പേർക്കും തുല്യമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 255ൽ നിന്ന് 15 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 240 എന്ന് ലഭിക്കുന്നു. 240നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 80 എന്ന് ലഭിക്കും. അപ്പൊ 3 പേർക്കും 80 എന്ന സംഖ്യ 3 പേർക്കും തുല്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇയാൾക്ക് പ്ലസ് 15 കൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 80ഉം 15ഉം 95 എന്നത് മൂന്നാമന് കിട്ടിയ സംഖ്യയാണ്. ഇത് ചെറിയ സംഖ്യ കണ്ടെത്താനും വലിയ സംഖ്യ നേരിട്ട് കണ്ടെത്താനുമുള്ള വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അവസാനത്തെ ചോദ്യം 15ാമത്തേതാണ്. ഷയാന്റെ ഉപ്പയുടെ പലചരക്ക് കടയിൽ ജനുവരി മാസം നടന്ന വിൽപ്പനയുടെ വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ആഴ്ച 7,518 രൂപയുടെ വിറ്റുവരവുണ്ടായി അഥവാ വിൽപ്പന നടന്നു. രണ്ടാമത്തെ ആഴ്ച ആദ്യത്തെ ആഴ്ചയേക്കാൾ 899 രൂപ കുറവായിരുന്നു കച്ചവടം. മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ ആഴ്ചയേക്കാൾ
1546 രൂപ കൂടുതൽ കച്ചവടമുണ്ടായി. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നേത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയാണ് പറയുന്നത്. നാലാമത്തെ ആഴ്ചയിലെ വിറ്റുവരവ് ആദ്യ ആഴ്ചയിലേതിന്റെ പകുതിയായിരുന്നു എങ്കിൽ ഓരോ ആഴ്ചയിലും വിറ്റുവരവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഓരോ ആഴ്ചയിലെയും വിറ്റുവരവ് കാണണം. അപ്പൊ ഞാൻ ചോദ്യം ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ചുരുക്കി എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ആഴ്ച 7518 രൂപയുടെ കച്ചവടമാണ് നടന്നത്. രണ്ടാമത്തെ ആഴ്ച 899 രൂപ കുറവായിരുന്നു, അഥവാ ഈ ആഴ്ചയിലേക്കാളും ഇത് കുറവായിരുന്നു. മൂന്നാമത്തെ ആഴ്ച 1546 രൂപ കൂടുതലാണ്, വീക്ക് 2വിനേക്കാളും, അഥവാ ഇതിനേക്കാൾ ഈ ഇവിടെ കിട്ടുന്ന ഉത്തരത്തേക്കാൾ 1546 കൂടുതലാണ്. നാലാമത്തെ ആഴ്ച പകുതിയാണ്. ഏതിന്റെ പകുതി? ഒന്നാമത്തെ ആഴ്ചയുടെ പകുതിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഇവിടെ എഴുതി വെക്കാം. വീക്ക് 1 ആണ് ഇവിടെ എഴുതുന്നത്, V1 W1. വീക്ക് 1ലേത് 7518 രൂപയാണ് കിട്ടിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആഴ്ചയിൽ ഇത് നോക്കാം. വീക്ക് 2 ആണ്. ഇവിടെ സംഭവിച്ചത് 7518 നിന്ന് 899 കുറവായിരുന്നു. ആദ്യത്തെ ആഴ്ചയെക്കാളും കുറവായിരുന്നു രണ്ടാമത്തെ ആഴ്ച. അപ്പൊ അതിന്റെ ക്രിയ നമ്മൾക്ക് ചെയ്യാം. 7518 നിന്ന് 899 മൈനസ് ചെയ്യാണ്. അപ്പോ 9 1 6 6 6619 എന്നാണ് രണ്ടാമത്തെ ആഴ്ച കിട്ടിയ വിറ്റുവരവ്. ഇനി മൂന്നാമത്തെ ആഴ്ചയാണ് വീക്ക് 3. വീക്ക് 3ൽ എന്താ സംഭവിച്ചത്? 1546 രൂപ അധികമാണ്. ഏത്? രണ്ടാമത്തെ ആഴ്ചയേക്കാൾ 1546. രണ്ടാമത്തെ ആഴ്ച കിട്ടിയത് 6619 ആണ്. ഇതിനേക്കാൾ 1546 ആണ് കിട്ടിയത്. ഇത് രണ്ടും ആഡ് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോ 5 6 1 8 8165. ഇതാണ് മൂന്നാമത്തെ ആഴ്ച കിട്ടിയ വിറ്റുവരവ്. ഇനി നാലാമത്തെ ആഴ്ചയാണ് വീക്ക് 4. വീക്ക് 4ല് പകുതിയാണ്, ആദ്യത്തെ ആഴ്ചയുടെ പകുതിയാണ്. ആദ്യത്തെ ആഴ്ചയിലെ വിറ്റുവരവ് എന്ന് പറയുന്നത് 7518 ആണ്. ഇതിനെ പകുതി എന്ന് പറയുമ്പോൾ ഇതിന്റെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് കിട്ടും? 3759. അപ്പോ ഇവിടെ 3759. ഇപ്പോ 4 ആഴ്ചയിലെയും വിറ്റുവരവ് നമ്മൾക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താണ്? ജനുവരി മാസത്തെ ആകെ വിറ്റുവരവാണ് ചോദിക്കുന്നത്. ഇപ്പൊ ജനുവരി മാസത്തെ 4 ആഴ്ചയും നമ്മൾ കണ്ടെത്തിയതുകൊണ്ട് ഇത് 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ജനുവരി മാസത്തെ മൊത്തം വിറ്റുവരവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോ ഇത് 4ഉം ആഡ് ചെയ്യുക. അപ്പോ 16062 26061 രൂപയാണ് ഈ ജനുവരി മാസത്തെ ആകെ വിറ്റുവരവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഈ ആഴ്ച അതായത് ഓരോ ആഴ്ചയിലെയും വിറ്റുവരവ് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നതാണ്, അഥവാ അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ 4 നമ്പറുകളും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇനി അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്, ആരോഹണ ക്രമം. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത്. ഇതിൽ ചെറിയ സംഖ്യ ഏതാണ്? സ്റ്റാർട്ടിംഗ് ആണ് നോക്കേണ്ടത്, 1000ന്റെ സ്ഥാനം, അഥവാ ഈ സ്റ്റാർട്ടിങ് നോക്കുക. ഇതെല്ലാം 4 അക്ക സംഖ്യയാണ്. അതുകൊണ്ട് 3 കൊണ്ട് തുടങ്ങുന്ന സംഖ്യയാണ്, അതാണ് ഏറ്റവും ചെറുത്. 3759 ആണ് ആദ്യത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ ഇതിൽ 6 കൊണ്ട് തുടങ്ങുന്നതുണ്ട്, അപ്പൊ 6619 ആണ്. മൂന്നാമത്തത് 7 കൊണ്ട് തുടങ്ങുന്നതുണ്ട്, 7518 ആണ്. പിന്നെ അവസാനം 8 കൊണ്ട് തുടങ്ങുന്ന 8165. KSTU 2025 ഫെബ്രുവരിയിൽ നടത്തിയ LSSന്റെ മോഡൽ എക്സാം മാത്സ് ഭാഗം നമ്മൾ ഓവറോൾ ഡിസ്കഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. LSSുമായി ബന്ധപ്പെട്ട മറ്റു ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ദിവസം നമ്മൾക്ക് കാണാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്